നമസ്കാരം. സംസാര ഭാഷയിലും എഴുത്ത് ഭാഷയിലും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നവയാണ് കേസ് അഥവാ വിഭക്തി എന്ന വിഭാഗത്തിൽ വരുന്ന വാക്കുകൾ. ഈ വാക്കുകൾക്ക് 3 രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളെപ്പറ്റിയുള്ള ശരിയായ അറിവ് ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇവയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേസ് എന്ന് തന്നിട്ട് ഐ, മൈ, മീ എന്നീ 3 രൂപങ്ങൾ, ഐയുടെ തന്നേതായ 3 രൂപങ്ങൾ. അതുപോലെ ഓരോ സർവനാമത്തിനും ഇതുപോലെ 3 രൂപങ്ങൾ ഉണ്ടാവും. നാമത്തിനും ഈ കേസ് സംബന്ധിച്ച് പറയുമ്പോൾ 3 രൂപങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണം ഇവിടെ തന്നിരിക്കുന്ന ഐ, മൈ, മീ. ഐ എന്ന് വെച്ചാൽ ഞാൻ, മൈ എന്ന് വെച്ചാൽ എൻ്റെ, മീ എന്ന് വെച്ചാൽ എന്നെ അല്ലെങ്കിൽ എനിക്ക്. ഇതുപോലെ ഓരോ സർവനാമത്തിനും അതുപോലെ തന്നെ നാമത്തിനും ഈ ശൈലിയിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട് വാചകങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി പഠിക്കുന്നത്. കേസ് 3 ടൈപ്പ് ഉണ്ട്. അതാണ് ബ്രാക്കറ്റിൽ 3 എന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് ഓഫ് എ നൗൺ ഓർ എ പ്രോനൗൺ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഉള്ളിലെ ഒരു നാമത്തിനോ സർവനാമത്തിനോ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് കേസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കേസ് 3 തരത്തിലുണ്ട്. അവ നോമിനേറ്റീവ് കേസ്, പൊസസീവ് കേസ് ആൻഡ് ഒബ്ജക്റ്റീവ് കേസ് എന്നിവയാണ്. ഈ ഓരോ കേസിനും വേറെയും പേരുകളുണ്ട്. അതിൻ്റെ നേരെ സ്ലാഷ് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം എന്താണ് നോമിനേറ്റീവ് കേസ് എന്ന് നോക്കാം. എ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് ആക്ട്സ് ആസ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ്, അതായത് ഒരു കർത്താവ്, ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ, ആ ഒരു രൂപത്തിലുള്ള ഒരു കർത്താവിൻ്റെ രൂപത്തിലുള്ള നാമത്തെയോ സർവനാമത്തെയോ ആണ് അവ നോമിനേറ്റീവ് കേസിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: മേരി വർക്ക്സ് ഇൻ എ സ്കൂൾ. മേരി ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇവിടെ വർക്ക്സ്, അതായത് ജോലി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്ന വാക്ക്, ആ പ്രവൃത്തി ചെയ്യുന്നത് മേരിയാണ്. അതുകൊണ്ട് മേരി ഇവിടെ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് നോമിനേറ്റീവ് കേസിൻ്റെ ഉള്ളിൽ വരികയാണ് ചെയ്യുക. അടുത്ത് ഷീ ഡ്രോസ് എ പിക്ചർ. ഇവിടെ ഒരു ഷീ എന്നത് ഒരു സർവനാമമാണ്, ഒരു ഏകവചനമാണ്. ഷീ ഡ്രോസ് എ പിക്ചർ, അവൾ ഒരു ചിത്രം വരയ്ക്കുന്നു. വരയ്ക്കുക എന്ന പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത് ഷീ ആണ്. അതുകൊണ്ട് ഷീ ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അത് ഇവിടെ നോമിനേറ്റീവ് കേസിൽ ഉൾപ്പെടുന്ന വാക്കാണ്. അടുത്ത ഹീ റീഡ്സ് എ ബുക്ക്. ഇവിടെ ഹീ എന്നതും ഒരു പ്രോനൗണാണ്, സിംഗുലറാണ്. ഇവിടെ ഹി റീഡ്സ് എ ബുക്ക്, അവനൊരു പുസ്തകം വായിക്കുന്നു. വായിക്കുക എന്ന പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത് ഹീ ആണ്. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന നാമമോ സർവനാമമോ അത് നോമിനേറ്റീവ് കേസിനുള്ളിൽ വരുന്നതായിട്ട് പറയപ്പെടും. അടുത്ത പൊസസീവ് കേസ് ഓർ ജെനിറ്റീവ് കേസ്. It indicates a relationship of possession between two nouns or a noun and a pronoun. 2 നാമങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാമവും ഒരു സർവനാമവും തമ്മിലോ ഉള്ള ബന്ധങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളെയാണ് പൊസസീവ് കേസ് അഥവാ ജെനിറ്റീവ് കേസിൽ ഉൾപ്പെടുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം: രാജുസ് ഫാദർ ബൗട്ട് സം ക്ലോത്ത്സ്. രാജുവിൻ്റെ പിതാവ് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി. ഇവിടെ രാജു എന്ന നാമത്തിന് ശേഷം രാജുവിൻ്റെ ഉടമസ്ഥത, അതുമായി ബന്ധമുള്ള ബന്ധത്തെ, ആ നാമവുമായി ബന്ധമുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ ഒരു അപ്പോസ്ട്രഫസ് എന്ന അക്ഷരം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അപ്പോസ്ട്രഫസ് വായിക്കേണ്ടത് എങ്ങനെയെന്ന് വലതുവശത്ത് മഞ്ഞ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നാമത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തെ, പൊസസീവ്നെസ്സിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്ട്രഫസ് എപ്പോഴും ഉപയോഗിക്കുക. ഇത് ഒരിക്കലും സർവനാമത്തിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുകയില്ല. അപ്പം ഇവിടെ നമ്മൾ വായിച്ചിട്ട് ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻഷിപ്പ് ഓഫ് പൊസഷൻ ബിറ്റ്വീൻ 2 നൗൺസ്. 2 നാമങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു നാമവും ഒരു സർവനാമവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാനാണ് പൊസസീവ് കേസിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ രാജു എന്നതും ഫാദർ എന്നതും 2 നാമരൂപങ്ങളാണ്. രാജു എന്നത് ഒരു നാമമാണ്, അച്ഛൻ എന്നതും മറ്റൊരു നാമമാണ്. ഈ വാക്കുകൾ തമ്മിലുള്ള, അതായത് ഈ നാമങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, രാജുവിൻ്റെ എന്നർത്ഥം വരുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോസ്ട്രഫസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് പൊസസീവ് കേസിൻ്റെ പ്രത്യേകത. 2 നാമങ്ങൾ തമ്മിലോ ഒരു നാമവും ഒരു സർവനാമവും തമ്മിലോ ഉള്ള ബന്ധം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ. മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. എൻ്റെ സഹോദരി ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ എൻ്റെ, മൈ,
അത് പൊസസീവ് പ്രോനൗൺ, ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന സർവനാമമാണ് മൈ. അപ്പം അതൊരു സർവനാമമാണ്. അടുത്ത സിസ്റ്റർ എന്നത് ഒരു നൗണുമാണ്. അപ്പം ഒരു സർവനാമം, അതായത് പ്രോനൗണും ഒരു നൗണും തമ്മിലുള്ള ബന്ധമാണ് ഈ സെന്റൻസിൽ സൂചിപ്പിക്കുന്നത്. മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. എൻ്റെ സഹോദരി ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. അടുത്തത് ഹിസ് പാരൻസ് ആർ ഇൻ ചെന്നൈ. അവൻ്റെ രക്ഷിതാക്കൾ ചെന്നൈയിലാകുന്നു. ഇവിടെ ഹിസ് എന്നതും പൊസസീവ് ഫോം ഓഫ് ഹി ആണ്. ഹി എന്ന സർവനാമത്തിൻ്റെ പൊസസീവ് രൂപമാണ്. അത് പാരൻസ് എന്ന് പറയുന്നത് നൗൺസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഒരു സർവനാമവും രണ്ടാമത്തേത് നാമങ്ങളുമാണ്. ഇവിടെയും ഒരു സർവനാമവും നാമവും തമ്മിലുള്ള, അല്ലെങ്കിൽ നാമങ്ങളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊസസീവ് കേസിൽ വരുന്നവയാണ്. ആ വരുന്ന വാക്കാണ് ഹിസ്. ഹിസ് പാരൻസ് ആർ ഇൻ ചെന്നൈ. അവൻ്റെ രക്ഷിതാക്കൾ ചെന്നൈയിലാണ്. അപ്പോൾ അതാണ് പൊസസീവ് കേസ് അഥവാ ജെനിറ്റീവ് കേസിൻ്റെ പ്രത്യേകത. ഇനി പൊസസീവ് സെന്റൻസസ് ഇൻ 2 ഫോംസ്. പൊസസീവ് സെന്റൻസുകളെ 2 രൂപങ്ങളിൽ എഴുതുവാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമാകുന്നു. ആ ശൈലി നോക്കണം. ദിസ് ഈസ്, ദിസ് കഴിഞ്ഞ് ഈസ് വന്നു. അതിനുശേഷമാണ് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന സർവനാമം. ഇതിനെ പൊസസീവ് പ്രോനൗൺ എന്നാണ് ഇത്തരം രൂപങ്ങളുടെ, സർവനാമങ്ങളുടെ രൂപങ്ങൾക്ക് പറയുന്നത്. ഇങ്ങനെ മൈ, യുവർ, ദയർ, ഹിസ്, ഹെർ, അവർ, ഇറ്റ്സ്, ഈ ചുവപ്പ് മഷിയിലൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം പൊസസീവ് പ്രോനൗൺസ് എന്ന വിഭാഗത്തിൽ വരുന്ന സർവനാമങ്ങളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമാണ്. എന്നാൽ അതിൻ്റെ നേരെയുള്ള സെന്റൻസ് നോക്കൂ, ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ പുസ്തകം എൻ്റേതാണ്. ഈ 2 സെന്റൻസിൻ്റെയും രൂപമാറ്റം നോക്കൂ, ശ്രദ്ധിക്കൂ. ദിസ് ഈസ് സാധാരണ നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് പറയുക, ദിസ് ഈസ് മൈ ബുക്ക്, ഇതെൻ്റെ പുസ്തകമാണ്. അടുത്ത് പറയുന്നത് ദിസ് ബുക്ക്. ദിസ് എന്ന വാക്കിന് ശേഷം നൗണാണ് വന്നത്, ബുക്ക് എന്ന നൗൺ. അതിനുശേഷമാണ് ആക്സിലറി വെർബ് വന്നിരിക്കുന്നത്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ പുസ്തകം എൻ്റേതാണ്. ഇനി നോക്കൂ, ഇറ്റ് ഈസ് യുവർ ക്ലാസ് റൂം. ഇത് നിങ്ങളുടെ, ഇറ്റ് എന്ന് വെച്ചാൽ അത്, ഇറ്റ് ഈസ് യുവർ ക്ലാസ് റൂം. അത് നിങ്ങളുടെ ക്ലാസ് റൂം ആകുന്നു. അപ്പോഴോ ഇനി അത്, ദാറ്റ് ക്ലാസ് റൂം ഈസ് യുവേഴ്സ്. ആ ക്ലാസ് റൂം നിങ്ങളുടേതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്, ആ ക്ലാസ് റൂം നിങ്ങളുടേതാണ്. ശ്രദ്ധിച്ചല്ലോ. അടുത്ത ദീസ് ആർ ദെയർ ചോയ്സ്. ഇവ അവരുടെ പാവകളാണ്. ദീസ് ആർ ദെയർ ചോയ്സ്. ഇവ അവരുടെ പാവകളാണ്. അപ്പോൾ അടുത്തതോ, ദീസ് ചോയ്സ് ആർ ദേഴ്സ്. ഈ പാവകൾ അവരുടേതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകൾ, ആദ്യത്തെ സെന്റൻസിൽ മൈ എന്നത്, രണ്ടാമത്തെ രൂപത്തിൽ മൈൻ എൻ്റേത്. അപ്പം മൈയുടെ അർത്ഥം എൻ്റെ, മൈൻ എൻ്റേത്, യുവർ നിൻ്റെ, യുവേഴ്സ് നിൻ്റേത്, ദയർ അവരുടെ, ദയേഴ്സ് അവരുടേത്. ശ്രദ്ധിച്ചല്ലോ. ഇനി ദിസ് ഈസ് ഹിസ് പെൻ. ഇത് അവൻ്റെ പേനയാകുന്നു. ദിസ് പെൻ ഈസ് ഹിസ്. ഈ പേന അവൻ്റേതാണ്. അപ്പോൾ ഇവിടെ ഹിസ് 2 രൂപത്തിലും ഹിസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതും ശ്രദ്ധിക്കണം. ദിസ് ഈസ് ഹിസ് പെൻ. ദിസ് ഈസ് ഹിസ് പെൻ. ഇത് അവൻ്റെ പേനയാകുന്നു. അടുത്തോ, ഈ പേന അവൻ്റേതാകുന്നു. ദിസ് പെൻ ഈസ് ഹിസ്. അടുത്ത, ഇറ്റ് ഈസ് ഹെർ ബാഗ്. ഇത് അവളുടെ ബാഗാകുന്നു. അടുത്തോ, ഇറ്റ് മാറി ദാറ്റ് എന്നായി. ദാറ്റ് ബാഗ് ഈസ് ഹേഴ്സ്. അത്, ആ ബാഗ് അവളുടേതാകുന്നു. ദാറ്റ് ബാഗ്, ആ ബാഗ്, ഈസ് ആകുന്നു, ഹേഴ്സ് അവളുടേത്, ആ ബാഗ് അവളുടേതാകുന്നു. അപ്പൊ ഹെർ അവളുടെ, ഹേഴ്സ് അവളുടേത്. ദിസ് ഈസ് അവർ കിച്ചൺ. ഇത് ഞങ്ങളുടെ അടുക്കളയാകുന്നു. ദിസ് കിച്ചൺ ഈസ് അവേഴ്സ്. ഈ അടുക്കള ഞങ്ങളുടേതാകുന്നു. ദിസ് ഈസ് ഇറ്റ്സ് കളർ. ഇത് അതിൻ്റെ കളറാകുന്നു. ദിസ് കളർ ഈസ് ഇറ്റ്സ്. ഈ കളർ അതിൻ്റേതാകുന്നു. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എന്നത് ITS, അതിൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അപ്പോസ്ട്രഫ് ഒന്നും വരികയില്ല. അപ്പോസ്ട്രഫ് വന്നാൽ അർത്ഥം മാറും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അർത്ഥം ഒന്നുകൂടെ നോക്കാം. ദിസ് ഈസ് മൈ ബുക്ക്. ഇതെൻ്റെ പുസ്തകമാകുന്നു. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ പുസ്തകം എൻ്റേതാകുന്നു. ഇറ്റ് ഈസ് യുവർ ക്ലാസ് റൂം.
അത് നിങ്ങളുടെ ക്ലാസ് റൂം ആകുന്നു. ദാറ്റ് ക്ലാസ് റൂം ഈസ് യുവേഴ്സ്. ആ ക്ലാസ് റൂം നിങ്ങളുടേതാകുന്നു. ദീസ് ആർ ദെയർ ടോയ്സ്. ഇവ അവരുടെ പാവകളാകുന്നു. ദീസ് ടോയ്സ് ആർ ദേഴ്സ്. ഈ പാവകൾ അവരുടേതാകുന്നു. ദിസ് ഈസ് ഹിസ് പെൻ. ഇത് അവൻ്റെ പേനയാകുന്നു. ദിസ് പെൻ ഈസ് ഹിസ്. ഈ പേന അവൻ്റേതാകുന്നു. ഇറ്റ് ഈസ് ഹെർ ബാഗ്. ഇത് അവളുടെ ബാഗാകുന്നു. ദാറ്റ് ബാഗ് ഈസ് ഹേഴ്സ്. ആ ബാഗ് അവളുടേതാകുന്നു. ദിസ് ഈസ് അവർ കിച്ചൺ. ഇത് ഞങ്ങളുടെ അടുക്കളയാകുന്നു. ദിസ് കിച്ചൺ ഈസ് അവേഴ്സ്. ഈ അടുക്കള ഞങ്ങളുടേതാകുന്നു. ദിസ് ഈസ് ഇറ്റ്സ് കളർ. ഇത് അതിൻ്റെ നിറമാകുന്നു. ദിസ് കളർ ഈസ് ഇറ്റ്സ്. ഈ നിറം അതിൻ്റേതാകുന്നു. അപ്പോൾ ഇവിടെ ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കുക. ഇടത്തും വലത്തും തന്നിരിക്കുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടനയും മനസ്സിലാക്കുക. ഇനി നമ്മൾ ഹൗ ആൻഡ് വെൻ ടു യൂസ് ആൻ അപ്പോസ്ട്രോഫ് എന്നതിനെ പറ്റി പഠിക്കുകയാണ്. അതായത് എപ്പോൾ എങ്ങനെ ഒരു അപ്പോസ്ട്രോഫ് ഉപയോഗിക്കണമെന്നാണ്. ഒന്ന്, അതിൻ്റെ കണ്ടീഷൻസ് പറയുന്ന ഒന്ന്, നെവർ യൂസ് ആൻ അപ്പോസ്ട്രോഫ് വിത്ത് പൊസസീവ് പ്രോനൗൺസ് ലൈക്ക് അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദെയേഴ്സ് ആൻഡ് ഹൂസ്. അതായത് ഒരിക്കലും ഒരു അപ്പോസ്ട്രോഫ് ഉപയോഗിക്കരുത് അതിൻ്റെ കൂടെ വിത്ത് പൊസസീവ് പ്രോനൗൺസ്. പൊസസീവ് പ്രോനൗൺസിൻ്റെ കൂടെ ഏതുപോലെയുള്ളത്? ലൈക്ക് അവേഴ്സ് ഞങ്ങളുടേത്, യുവേഴ്സ് നിങ്ങളുടേത്, ഹിസ് അവൻ്റേത്, ഹേഴ്സ് അവളുടേത്, ഇറ്റ്സ് അതിൻ്റേത്, ദെയേഴ്സ് അവരുടേത്, ആൻഡ് ഹൂസ് ആരുടേത്. ഇതുപോലെ എസ്സിൽ അവസാനിക്കുന്ന ഒരു പൊസസീവ് സർവനാമത്തിൻ്റെയും കൂടെ അപ്പോസ്ട്രോഫ് ഒരിക്കലും ഉപയോഗിക്കരുത്. എക്സാമ്പിൾ, ദിസ് ബാഗ് ഈസ് യുവേഴ്സ് നോട്ട് ഹേഴ്സ്. ഉദാഹരണം പറയാണ്, ഈ ബാഗ് നിന്റേതാണ് അവളുടേത് അല്ല. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, നെവർ യൂസ് ആൻ അപ്പോസ്ട്രോഫ് എസ് വിത്ത് എ നൗൺ എൻഡിങ് എസ്, then add only an apostrophe sign at the end. അതായത് ഒരിക്കലും ഉപയോഗിക്കരുത് ഒരു അപ്പോസ്ട്രോഫ് എസ് വിത്ത് എ നൗൺ എൻഡിങ് എസ്, ഒരു വാക്ക് എസ്സിൽ അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ എസ്സിൽ അവസാനിക്കുന്ന ഒരു വാക്കിൻ്റെയും കൂടെ അപ്പോസ്ട്രോഫ് എസ്, അപ്പോസ്ട്രോഫിൻ്റെ കൂടെ എസ് വരുന്നത് ഒരിക്കലും ഉപയോഗിക്കരുത്. then add only an apostrophe sign. അപ്പോൾ എന്ത് ചെയ്യണം? ആ അപ്പോസ്ട്രോഫ് അടയാളം മാത്രം ഉപയോഗിക്കണം അറ്റ് ദി എൻഡ്, ആ വാക്കിൻ്റെ അവസാനം. അപ്പോൾ എസ്സിൽ അവസാനിക്കുന്ന ഒരു നാമത്തിൻ്റെയും അവസാനം അപ്പോസ്ട്രോഫ് എസ് അടങ്ങിയ അപ്പോസ്ട്രോഫ് ഉപയോഗിക്കരുത്. പകരം അപ്പോസ്ട്രോഫിൻ്റെ അടയാളം മാത്രം, എസ് ഒഴിവാക്കിക്കൊണ്ടുള്ള അടയാളം മാത്രമേ അവിടെ ഉപയോഗിക്കാവൂ. ഉദാഹരണം പറയുന്നത്, മേരി ഈസ് ജീസസ് മദർ. മേരി ജീസസിൻ്റെ അമ്മയാകുന്നു. ഇവിടെ ജീസസ് എന്ന വാക്കാണ് ശ്രദ്ധിക്കാനുള്ളത്. അതൊരു നാമമാണ്, അത് എസ്സിൽ അവസാനിക്കുന്ന വാക്കാണ്. അപ്പോൾ നിയമപ്രകാരം ജീസസിൻ്റെ എന്ന് പറയണമെങ്കിൽ ജീസസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫ് എസ് ഉപയോഗിക്കണം. പക്ഷേ ഇവിടെ ഈ നാമം എസ്സിൽ അവസാനിക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു എസ്സിൽ അവസാനിക്കുന്ന വാക്ക് അതിനോടൊപ്പം ചേർക്കുമ്പോൾ ഉച്ചരിക്കുവാനും ഉച്ചാരണം കേൾക്കുവാനും ഒരു അഭംഗി തോന്നും. അതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് എസ്സിൽ അവസാനിക്കുന്ന ഏതൊരു നാമത്തിൻ്റെയും അവസാനം അപ്പോസ്ട്രോഫ് സൈൻ മാത്രം ഇട്ടാൽ മതി, എസ് ഇടരുത് എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ വേണം എസ്സിൽ അവസാനിക്കുന്ന ഏതൊരു നാമത്തിൻ്റെയും അവസാനം അപ്പോസ്ട്രോഫ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും അപ്പോസ്ട്രോഫ് എസ് ഉപയോഗിക്കരുത്. മേരി ഈസ് ജീസസ് മദർ. ഇവിടെ ജീസസ് എന്ന വാക്കിൻ്റെ അവസാനം ആ അപ്പോസ്ട്രോഫ് സൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, എസ് അതിനോട് ചേർത്ത് ഇട്ടിട്ടില്ല, ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നത്, ഇഫ് 2 or more subjects on the same thing, then add an apostrophe with the last subject. എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ നാമങ്ങൾ അല്ലെങ്കിൽ കർത്താവുകൾ ഓൺ ദി സെയിം തിങ്, ഒരേ വസ്തുവിനെ സ്വന്തമാക്കുകയാണ് എങ്കിൽ, ഒരു വസ്തു രണ്ടോ അതിലധികമോ സബ്ജക്റ്റുകൾക്ക് സ്വന്തമാണെങ്കിൽ, then add an apostrophe with the last subject. അവസാനത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ അപ്പോസ്ട്രോഫ് ഉപയോഗിച്ചാൽ മതി, എല്ലാത്തിലും ഉപയോഗിക്കേണ്ടതില്ല. ഉദാഹരണം,
എക്സാമ്പിൾ റഹീം ആൻഡ് കബീർസ് ഓഫീസ്. ഇവിടെ റഹിംസ് ആൻഡ് കബീർസ് ഓഫീസ് എന്ന് പറയാതെ ആദ്യത്തേതിൽ അപ്പോസ്ട്രഫ് എസ് ഉപയോഗിച്ചിട്ടില്ല, രണ്ടാമത്തേതിൽ മാത്രം, അതായത് അവസാനത്തേതിൽ മാത്രമാണ് അപ്പോസ്ട്രഫ് എസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ വേണം ഉപയോഗിക്കുവാൻ. കാരണം ഇവിടെ ഓഫീസ് എന്ന് പറയുന്നത് രണ്ട് പേരുടെയും പൊതുവായിട്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അർത്ഥമെടുക്കുമ്പോൾ റഹീം ആൻഡ് കബീർസ് ഓഫീസ് എന്ന് പറയുമ്പോൾ റഹീമിൻ്റെയും കബീറിൻ്റെയും ഓഫീസ് എന്നാണ് അർത്ഥമെടുക്കേണ്ടത്. ഇനി ഫോർത്ത് റൂൾ, if two or more subjects own separate things, then each subject bears an apostrophe. എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ സബ്ജക്റ്റുകൾ വെവ്വേറെ വസ്തുക്കൾ സ്വന്തമാക്കുന്നു എങ്കിൽ then each subject bears an apostrophe. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഒരു അപ്പോസ്ട്രഫിനെ ചുമക്കണം, വഹിക്കണം. എന്ന് വെച്ചാൽ ഓരോ നാമത്തിൻ്റെയും അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെയും കൂടെ ഒരു അപ്പോസ്ട്രഫ് ഉണ്ടായിരിക്കണം. ഉദാഹരണം, ദീസ് ആർ റഹീംസ് ബാഗ് ആൻഡ് കബീർസ് ലാപ്ടോപ്പ്. ഇത് റഹീമിൻ്റെ ബാഗും കബീറിൻ്റെ ലാപ്ടോപ്പുമാണ്. ഇവിടെ റഹീമിൻ്റെ ബാഗും കബീറിൻ്റെ ലാപ്ടോപ്പും വെവ്വേറെ ഒബ്ജക്റ്റുകളായതുകൊണ്ടാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും കൂടെ അപ്പോസ്ട്രഫസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ റൂൾ, when use an apostrophe with it, it doesn't mean a possession. It is the contraction form of it is or it has. അതായത് ഒരു അപ്പോസ്ട്രഫ് ഇറ്റിനോട് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ, അതായത് ഇറ്റിൻ്റെ കൂടെ അപ്പോസ്ട്രഫ് എസ് ഇട്ടാൽ ഇറ്റ്സ് എന്ന് വായിക്കും. ഇറ്റ് ഡസൻറ്റ് മീൻ എ പൊസഷൻ. അതിൻ്റെ അർത്ഥം ഇറ്റിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന അർത്ഥമല്ല അവിടെ കിട്ടുന്നത്. അതായത് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറ്റിൻ്റെ കൂടെ അപ്പോസ്ട്രഫ് എസ് ഇട്ട് ഇറ്റ്സ് ആക്കിയാൽ അതിൻ്റെ എന്ന അർത്ഥമല്ല അതിനുള്ളത്. പകരം ഇറ്റ് ഈസ് ദ കോൺട്രാക്ഷൻ ഫോം ഓഫ് ഇറ്റ് ഈസ് ഓർ ഇറ്റ് ഹാസ്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എന്ന വാക്കോ അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്ന വാക്കോ ചുരുക്കി അവിടെ എഴുതിയിരിക്കുന്നു എന്നാണ് അത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതിൻ്റെ എന്നർത്ഥമുള്ള ഇറ്റ്സിന് അപ്പോസ്ട്രഫ് ഉപയോഗിക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമ്പിൾ, ഇറ്റ്സ് മൈ ഹോം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മൈ ഹോം, അതെൻ്റെ വീടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ കളർ, അതിന് മനോഹരമായ ഒരു നിറമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുത്തു ഭാഷയിൽ വളരെയധികം ശ്രദ്ധിക്കുവാനുള്ള കാര്യങ്ങളാണ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ അപ്പോസ്ട്രഫിൻ്റെ ഉപയോഗം എഴുത്ത് ശൈലിയിൽ. അതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. നമ്മളെപ്പോഴും കത്തൊക്കെ എഴുതിയതിന് ശേഷം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതുമ്പോൾ പലരും യുവർ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. കാരണം അവേഴ്സ്, യുവേഴ്സ്, ഹിസ് ആദ്യം ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നു. അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദയേഴ്സ് ആൻഡ് ഹൂസ്. ഇതിൻ്റെ ഒന്നും കൂടെ ഒരു പ്രോനൗണിൻ്റെയും കൂടെ ഒരിക്കലും പൊസസീവ്നെസ് കാണിക്കുവാൻ അപ്പോസ്ട്രഫ് എസ് ഉപയോഗിക്കുകയില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ സബ്ജക്റ്റീവ് കേസും പൊസസീവ് കേസിനെയും പറ്റി വളരെ വിശദമായി പഠിച്ചു. ഇനി മൂന്നാമത്തെ രൂപമായ ഒബ്ജക്റ്റീവ് കേസാണ് പഠിക്കുവാനുള്ളത്. എന്താണ് ഒബ്ജക്റ്റീവ് കേസ്? അതിന് മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്, അക്യൂസേറ്റീവ് കേസ് എന്നും ഡേറ്റീവ് കേസ് എന്നും. നിങ്ങൾ ഒബ്ജക്റ്റീവ് കേസിന് പ്രാധാന്യം കൊടുത്ത്, ആ വാക്കിന് പ്രാധാന്യം കൊടുത്ത് ഓർത്തിരുന്നാൽ മതിയാവും. When a noun or a pronoun comes as an object of a verb or a preposition, that noun or pronoun is in objective case. അതായത് ഒരു നാമമോ സർവനാമമോ ഒരു വെർബിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ്റെയോ ഒബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ, കർമ്മമായിട്ട് വരികയാണെങ്കിൽ, അതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു നാമമോ സർവനാമമോ ഒരു വെർബിനോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ ശേഷം വരികയാണെങ്കിൽ ആ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ഒബ്ജക്റ്റീവ് കേസിൽ എന്ന് പറയും. When a noun or a pronoun comes as an object of a verb or a preposition, ഒരു വെർബിൻ്റെയോ പ്രിപ്പോസിഷൻ്റെയോ ഒബ്ജക്റ്റായിട്ട് ഒരു നാമമോ സർവനാമമോ വരികയാണെങ്കിൽ
ദാറ്റ് നൗൺ ഓർ പ്രൊനൗൺ ഈസ് ഇൻ ഒബ്ജക്റ്റീവ് കേസ്. ആ നാമം അല്ലെങ്കിൽ സർവനാമം ഒബ്ജക്റ്റീവ് കേസിലാണ് എന്ന് പറയും. എക്സാമ്പിൾസ്: ഐ ഹാവ് വിസിറ്റഡ് ദം, ഞാൻ അവരെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സെന്റൻസിൽ ഒപ്പം തുടർന്ന് വരുന്ന താഴെയുള്ള സെന്റൻസുകളും ശ്രദ്ധിക്കുവാനുള്ളത് കളർ ചെയ്തിരിക്കുന്ന രണ്ട് വാക്കുകളെയാണ്. ചുവപ്പ് മഷിയിൽ കളർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകൾ വെർബുകളോ പ്രിപ്പോസിഷനോ ആണ്. കൂടുതലും വെർബാണ്. ഒരു വാചകത്തിൽ പ്രിപ്പോസിഷനും തന്നിട്ടുണ്ട്. കാരണം വെർബിനോ അല്ലെങ്കിൽ പ്രിപ്പോസിഷനോ ശേഷം ഒരു നാമമോ സർവനാമമോ വരികയാണെങ്കിൽ അത് ഒബ്ജക്റ്റീവ് കേസിലായിരിക്കുമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ചുവപ്പ് മഷിയിലുള്ളത് വെർബോ ചിലപ്പോൾ പ്രിപ്പോസിഷനോ ആയിരിക്കാം. എന്നാൽ അതിനുശേഷം വരുന്ന പച്ച മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകൾ പ്രോനൗൺസ് ആണ്. ആ പ്രോനൗൺസിൻ്റെ മൂന്നാമത്തെ രൂപം, ഓരോ പ്രോനൗണിൻ്റെയും മൂന്നാമത്തെ രൂപമാണ് അവിടെ ആ പച്ച മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണം, ആദ്യത്തെ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഐ ഹാവ് വിസിറ്റഡ് ദം. ദം എന്ന് പറയുന്നത് ദൈ, അവർ അല്ലെങ്കിൽ അവ എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് രൂപത്തിലുള്ളതാണ്. അത് മൂന്നാമത്തെ രൂപമാണ്. അതായത് ദൈ എന്ന് വച്ചാൽ അവർ. രണ്ടാമത്തതിൻ്റെ രൂപം അവരുടെ പൊസസീവ് രൂപമാണ്. മൂന്നാമത്തെ രൂപമാണ് ദം, അവരെ അല്ലെങ്കിൽ അവയെ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇതിനെപ്പറ്റി ഈ മൂന്ന് കേസുകളുടെയും രൂപങ്ങൾ, നൗണിൻ്റെയും പ്രോനൗണിൻ്റെയും രൂപങ്ങൾ ഇത് തൊട്ട് താഴെയായിട്ട് പട്ടിക രൂപത്തിൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇനി ശ്രദ്ധിക്കൂ, ഐ ഹാവ് വിസിറ്റഡ് ദം, ഞാൻ അവരെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിറ്റഡ്, സന്ദർശിച്ചു, ആ വെർബിന് ശേഷം വന്നിരിക്കുന്ന പ്രോനൗൺ ഒബ്ജക്റ്റീവ് രൂപത്തിലുള്ളതാണ്. അതായത് ദൈ എന്ന സർവനാമം ഇവിടെ ദം എന്ന് മാറി. അതായത് ഒരു ക്രിയയ്ക്കോ പ്രിപ്പോസിഷനോ ശേഷം ഒരു പ്രോനൗൺ വരുമ്പോൾ അത് ഇതേ രൂപത്തിൽ, മൂന്നാമത്തെ രൂപത്തിൽ പ്രോനൗണിൻ്റെ മൂന്നാമത്തെ രൂപം വേണം അവിടെ ഉപയോഗിക്കുവാൻ. അടുത്ത് നോക്കൂ, ഹീ ലൈക്സ് ഹെർ, അവൻ അവളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈ ഹെർ എന്ന വാക്ക് ഷീ എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അതായത് അവൾ, അവളുടെ, അവളെ, ഇതാണ് ആ രൂപങ്ങൾ. അപ്പോൾ ഈ രൂപങ്ങൾ നമ്മൾ താഴെ പട്ടിക രൂപത്തിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് ഷീ കോൾഡ് അസ്, അവൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഈ അസ് എന്ന് പറയുന്നത് വിയുടെ മൂന്നാമത്തെ രൂപമാണ്. വി വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, ഞങ്ങൾ അവനെ സംരക്ഷിക്കാം. ഇവിടെ ഹിം എന്ന് പറയുന്നത് ഹീയുടെ മൂന്നാമത്തെ രൂപമാണ്, ഒബ്ജക്റ്റീവ് രൂപമാണ്. അടുത്ത ദേ സ്റ്റേഡ് ആൻഡ് യെൽഡ് അറ്റ് മീ. ദേ സ്റ്റേഡ്, അവർ തുറിച്ചു നോക്കി, ആൻഡ് യെൽഡ്, ആക്രോശിച്ചു, അറ്റ് മീ, എൻ്റെ നേരെ. യെൽഡിനെ ആക്രോശിക്കുകയെന്നും നമ്മളെ നോക്കി ചീത്ത വിളിക്കുമെന്നൊക്കെ അർത്ഥമുണ്ട്. ദേ സ്റ്റേഡ് ആൻഡ് യെൽഡ് അറ്റ് മീ. ഇവിടെ സ്റ്റേഡ് ആൻഡ് യെൽഡ്, അതിനുശേഷം അറ്റ്, ഇതെല്ലാം തന്നെ സ്റ്റേഡും യെൽഡും വെർബാണ്. അറ്റ് എന്നത് പ്രിപ്പോസിഷനുമാണ്. അതിനുശേഷമാണ് ഐയുടെ മൂന്നാമത്തെ രൂപമായ മീ, എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്ന വാക്ക് അർത്ഥമുള്ള മീ അവിടെ വന്നിട്ടുള്ളത്. അടുത്തത് ഡോക്ടർ എക്സാമിൻസ് ഹിം, ഡോക്ടർ അവനെ പരിശോധിക്കുന്നു. ഈ ഹിം എന്ന് പറയുന്നത് ഹി, ഇവിടെ ഹി അവൻ, ഹിസ് അവൻ്റെ, ഹിം അവനെ എന്നർത്ഥം. ഹിം അവനെ പരിശോധിക്കുന്നു. അടുത്ത് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ യു എന്നത് നിന്നെ, പക്ഷേ ഇംഗ്ലീഷിൽ തുടക്കത്തിലുള്ള യുവും അവസാനത്തെ ആദ്യ രൂപത്തിലെ യുവും അവസാന രൂപത്തിലെ യുവും യു എന്ന് തന്നെയാണ് എഴുതുക. ഉദാഹരണം, ഐ ലവ് യു, ഞാൻ നിന്നെ എന്നാണ് ഇവിടുത്തെ യുവിൻ്റെ അർത്ഥം. അതേ അടുത്ത സെൻറ്റൻസിൽ നോക്കൂ, യു ലവ് മീ. ഇവിടെ യുവിന് നീ എന്നാണ് അർത്ഥം വരുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ രൂപ വ്യത്യാസം ഇവിടെ യുവിന് വരുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ അടുത്ത ടാബുലർ കോളത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് പരിപൂർണമായും മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത നോക്കൂ, ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്. ഇവിടെ ആരെ, ഇവിടെ മീറ്റ് കണ്ടുമുട്ടുക എന്ന അല്ലെങ്കിൽ കാണുക എന്ന വെർബുമായി അതിന് വിധേയത്വ രൂപമാണ് ഇവിടെ ഹൂം എന്ന ചോദ്യരൂപത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അർത്ഥം നോക്കാം. ഐ ഹാവ് വിസിറ്റഡ് ദം, ഞാൻ അവരെ സന്ദർശിച്ചിട്ടുണ്ട്. ഹി ലൈക്സ് ഹെർ, അവൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഷീ കോൾഡ് അസ്, അവൾ ഞങ്ങളെ വിളിച്ചു. വി വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, ഞങ്ങൾ അവനെ സംരക്ഷിക്കാം. ദേ സ്റ്റയേഡ് ആൻഡ് യെൽഡ് അറ്റ് മീ, അവർ
എന്നെ തുറിച്ചു നോക്കുകയും എൻ്റെ നേരെ ആക്രോശിക്കുകയും ചെയ്തു. ദ ഡോക്ടർ എക്സാമിൻസ് ഹിം. ഡോക്ടർ അവനെ പരിശോധിക്കുന്നു. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യു ലവ് മീ. നീ എന്നെ സ്നേഹിക്കുന്നു. ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്. ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്? ഇനി നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ പ്രോനൗൺസും അതുപോലെ നാമങ്ങളുടെയും 3 രൂപങ്ങളെയും നമ്മൾ ഒരു ടാബുലർ കോളത്തിൽ ഇവിടെ തന്നിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർക്കുവാൻ ഇത് സഹായകരമായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും. കാരണം നമ്മളെല്ലാം പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ കേസിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ തന്നിരിക്കുന്നു. സിംഗുലറിന് താഴെ ഏകവചന നാമങ്ങളും ഏകവചന സർവനാമങ്ങളും തന്നിട്ടുണ്ട്. അതുപോലെ പ്ലൂറലിൻ്റെ കീഴെ ബഹുവചന നാമങ്ങളും ബഹുവചന സർവനാമങ്ങളെ പറ്റിയുമാണ് തന്നിട്ടുള്ളത്. അതുപോലെ സിംഗുലറിൻ്റെ കീഴെ 3 കേസുകൾ തന്നിട്ടുണ്ട്. അതായത് സബ്ജക്റ്റീവ് കേസ് അഥവാ നോമിനേറ്റീവ് കേസ്, പൊസസീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്. അതുപോലെ പ്ലൂറലിൻ്റെ കീഴിലും നോമിനേറ്റീവ് കേസ്, പൊസസീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ വാക്ക് ഐ, ഞാനാണ്. സിംഗുലറിൽ ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ ഈ രൂപത്തിൽ വേണം ഉപയോഗിക്കുവാൻ, ഞാൻ എന്ന അർത്ഥത്തിൽ. അതേസമയം അതൊരു പൊസസീവ് കേസിൽ ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന രൂപത്തിലാവുമ്പോൾ ഐ എന്നത് മൈ അല്ലെങ്കിൽ മൈൻ എന്ന 2 രൂപങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ഒന്നുകിൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റേത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതേ ഐ ഒരു വെർബിന് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷന് ശേഷമോ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് മീ എന്ന രൂപത്തിലേക്ക് മാറ്റണം. എനിക്ക് അല്ലെങ്കിൽ എന്നെ, അതാണ് ഒബ്ജക്റ്റീവ് കേസ്. അപ്പോൾ ഐയുടെ രൂപമാറ്റമാണ് ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത്. അതുപോലെ തന്നെ പ്ലൂറലിൽ വി ആണ് ഐയുടെ ബഹുവചനമായിട്ട് വരുന്നത്. നോമിനേറ്റീവ് കേസിലായ സബ്ജക്റ്റ് രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ വി എന്ന് തന്നെ ഞങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുക. ഇനി അതിനെ പൊസസീവ് കേസിൽ ഉടമസ്ഥത സൂചിപ്പിക്കുന്ന രൂപത്തിലാക്കുമ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടേത് എന്ന രൂപത്തിൽ അവർ അല്ലെങ്കിൽ അവേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. വിധേയത്വ രൂപത്തിൽ ഒബ്ജക്റ്റീവ് കേസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു വെർബിനോ ഒരു പ്രിപ്പോസിഷനോ ശേഷമാണ് വി ഉപയോഗിക്കേണ്ടി വരികയെങ്കിൽ ആ വിയെ വി ആയിട്ട് അവിടെ ഉപയോഗിക്കുകയില്ല. പകരം അസ് എന്ന വാക്കായിട്ട് വി മാറും. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ എന്ന അർത്ഥത്തിൽ അത് മാറും. ഇനി അടുത്ത വാക്ക് യു, നീ എന്ന ഏകവചനമാണ്. അത് നോമിനേറ്റീവ് കേസ്, അതായത് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ യു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. പൊസസീവ് കേസിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന രീതിയാകുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിന്റെ എന്നോ അല്ലെങ്കിൽ നിന്റേത് എന്നോ അർത്ഥത്തിൽ യുവർ അല്ലെങ്കിൽ യുവേഴ്സ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റീവ് കേസിൽ വിധേയത്വ രൂപത്തിൽ ഒരു വെർബിനോ പ്രിപ്പോസിഷനോ ശേഷമാണ് യു ഉപയോഗിക്കേണ്ടി വന്നാൽ ഇവിടെ ആ രൂപം യു എന്ന് തന്നെയാണ്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നെ എന്നതിന് ഐ ലവ് യു എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത പ്ലൂറൽ ഫോം നോക്കൂ. യുവിൻ്റെ അതേ രൂപം തന്നെയാണ് പ്ലൂറലിലും. അർത്ഥം എടുക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് കേസിൽ യു എന്ന് തന്നെ ഉപയോഗിക്കും. പൊസസീവ് കേസിൽ യുവർ എന്നോ യുവേഴ്സ് എന്നോ ഉപയോഗിക്കാം. യുവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ, യുവേഴ്സ് നിങ്ങളുടേത്. അതുപോലെ ഒബ്ജക്റ്റീവ് കേസിൽ അത് യു എന്ന് തന്നെ ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നർത്ഥം വരും. അടുത്ത ഏകവചനമാണ് ഹി. സബ്ജക്റ്റീവ് കേസിൽ അതായത് നോമിനേറ്റീവ് കേസിൽ അത് ഹി എന്ന് തന്നെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന രീതി ഹി എന്നാണ്. അതിൻ്റെ ഉടമസ്ഥ രൂപം ഹിസ്, അവൻ്റെ. അടുത്ത ഹിസ് അവൻ്റേത് എന്ന അർത്ഥത്തിൽ വരും. അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഹിം, അവനെ അല്ലെങ്കിൽ അവന് എന്ന് അർത്ഥം വരും. അടുത്ത വാക്ക് ഷീയാണ്, അവൾ. അത് സബ്ജക്റ്റീവ് കേസിൽ ഷീ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് പൊസസീവ് കേസിലാവുമ്പോൾ അവളുടെ അല്ലെങ്കിൽ അവളുടേത്, ഹെർ അവളുടെ, ഹേഴ്സ് അവളുടേത്. എന്നാൽ ഒബ്ജക്റ്റീവ് കേസിൽ ഐ ലൈക്ക് ഹെർ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, ഹെർ എന്ന് തന്നെയാണ് വരിക. അത് ശ്രദ്ധിക്കണം. അതായത് പൊസസീവ് കേസിൻ്റെ ആദ്യ രൂപവും ഒബ്ജക്റ്റീവ് കേസും ഹെർ എന്ന് തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ഹെറിൻ്റെ അർത്ഥം അവളെ അല്ലെങ്കിൽ അവൾക്ക് എന്നാണ്.
ഇനി അടുത്ത രൂപം സിംഗുലർ ഇറ്റാണ്. അത് സബ്ജക്റ്റീവ് കേസിൽ ഇറ്റ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ പൊസസീവ് കേസിൽ ആദ്യ രൂപം ഇറ്റ്സ് അതിൻ്റെ, അതുപോലെ രണ്ടാമത്തെ രൂപം ഇറ്റ്സ് അതിൻ്റേത് എന്നർത്ഥം വരും. ഇവിടെ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റേത് എന്ന് പറയുവാൻ അപ്പോസ്ട്രഫ് എന്ന കോമം ഇറ്റ് കഴിഞ്ഞ് ഉയരെ ഇടരുത്, അപ്പോസ്ട്രഫ് എസ് ചേർക്കരുത്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോസ്ട്രഫ് എസ് ചേർത്താൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഇറ്റ് ഈസ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നോ ചുരുക്കി എഴുതിയ രൂപമായിട്ടത് മാറും. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന രൂപം ഇതേ രൂപമാണ് ITS ഇറ്റ്സ്. ഇതിൽ അപ്പോസ്ട്രഫ് വരുകയില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഇറ്റ് തന്നെയാണ്. ഐ ലൈക്ക് ഇറ്റ്, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അതിനെ എന്നർത്ഥമാണ് അതിന് ഇറ്റിന് വരിക. ഇനി നോക്കൂ, ഇത് മൂന്ന് ഹീ ഷി ഇറ്റ് ഇത് മൂന്നിൻ്റെയും ബഹുവചന രൂപമാണ്. ദൈ എന്ന വാക്ക് അതിന് അവർ അല്ലെങ്കിൽ അവ എന്ന അർത്ഥമുണ്ട്. നോമിനേറ്റീവ് കേസിൽ ദൈ എന്ന് തന്നെ വേണം ഉപയോഗിക്കുവാൻ. അതേസമയം പൊസസീവ് കേസിൽ ദെയർ അവരുടെ, ദേഴ്സ് അവരുടേത് ഇങ്ങനെയുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. എന്നാൽ ഒബ്ജക്റ്റീവ് കേസിൽ വിധേയത്വ രൂപത്തിൽ, അതായത് ഒരു കർമ്മ രൂപത്തിൽ ഒരു വെർബിനോ പ്രിപ്പോസിഷനോ ശേഷമാണ് ദൈ ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ അവിടെ ദൈ ഉപയോഗിക്കുകയില്ല, പകരം ദം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അതിനർത്ഥം അവയെ അല്ലെങ്കിൽ അവയ്ക്ക് അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അർത്ഥം അതിന് കിട്ടും. ഇനി അടുത്തൊരു നാമരൂപമാണ് ഇടതുവശത്ത് സിംഗുലറിൻ്റെ താഴെ തന്നിരിക്കുന്നത്. രാജു, അതൊരു നാമരൂപമാണ്. അത് സബ്ജക്റ്റായിട്ട് നമ്മൾ രാജു എന്ന് തന്നെയായിരിക്കും. ഉദാഹരണം, രാജു റീഡ്സ് എ ബുക്ക്, രാജു ഒരു പുസ്തകം വായിക്കുന്നു. ഇനി അടുത്ത് പറയുന്നു രാജൂസ്, ദിസ് ഈസ് രാജൂസ് ബുക്ക്, ഇത് രാജുവിൻ്റെ പുസ്തകമാകുന്നു. അപ്പോൾ രാജുവിൻ്റെ എന്ന് പറയാൻ രാജൂസ് എന്ന് പറയും. അതുപോലെ ദിസ് ബുക്ക് ഈസ് രാജൂസ്, ഈ പുസ്തകം രാജുവിൻ്റേതാണ്, അതിനും രാജൂസ് എന്ന് തന്നെ പറയും. അപ്പോൾ പൊസസീവ് കേസിൻ്റെ രണ്ട് രൂപത്തിലും രാജൂസ് എന്ന് തന്നെ പറയും. അതേസമയം ഒബ്ജക്റ്റീവ് കേസിൽ രാജു എന്ന് തന്നെ പറയും. ഐ മെറ്റ് രാജു, ഞാൻ രാജുവിനെ കണ്ടു. ഐ ടോക്ക്ഡ് വിത്ത് രാജു, ഞാൻ രാജുവിനോടൊപ്പം സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രാജുവിനെ കണ്ടു എന്ന് മലയാളത്തിൽ അർത്ഥമെടുക്കുകയാണെങ്കിലും അവിടെ ഇംഗ്ലീഷിൽ അത് ഒബ്ജക്റ്റീവ് കേസിൽ ആ രാജു എന്ന പേര് തന്നെ ഒരു മാറ്റവും കൂടാതെ ഉപയോഗിക്കപ്പെടും. ഇവിടെ ആകെ മാറ്റം വരുന്ന ഒരു നാമത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, നോമിനേറ്റീവ് കേസായാലും പൊസസീവ് കേസായാലും ഒബ്ജക്റ്റീവ് കേസായാലും ഒരു നാമത്തെ സംബന്ധിച്ച് അതിന് ആകെ രൂപമാറ്റം വരുന്നത്, അത് ബഹുവചന രൂപമായിട്ട് ആവട്ടെ സിംഗുലർ ആവട്ടെ, ഒരു നാമത്തിന് രൂപമാറ്റം വരുന്നത് പൊസസീവ് കേസിൽ മാത്രമാണ്. നോമിനേറ്റീവ് കേസിലും ഒബ്ജക്റ്റീവ് കേസിലും നാമത്തിനോ നാമങ്ങൾക്ക് ഒരിക്കലും രൂപമാറ്റം വരികയില്ല. പൊസസീവ് കേസിൽ ആകെ ഉണ്ടാകുന്ന മാറ്റം ആ നാമത്തിൻ്റെ കൂടെ അപ്പോസ്ട്രഫസ് ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ സർവനാമങ്ങൾക്കുണ്ടായതുപോലെയുള്ള ഒരു മാറ്റം നാമത്തിന് ഉണ്ടാവുകയില്ല. ഇനി പ്ലൂറൽ ഫോമിൽ നൗൺസ് ഉപയോഗിച്ചിരിക്കുന്നു, ശ്രദ്ധിക്കൂ. ഇവിടെ അലി ആൻഡ് അനിൽ, അലിയും അനിലും. അലിയും അനിലും ഒരു ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റായിട്ട് അലിയും അനിലും തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അലി ആൻഡ് അനിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അലി ആൻഡ് അനിൽ ഗോ ടു വാച്ച് എ മൂവി, ഒരു സിനിമ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സബ്ജക്റ്റ് രൂപം അലി ആൻഡ് അനിൽ എന്ന് തന്നെയായിരിക്കും. അടുത്ത പൊസസീവ് രൂപത്തിൽ അലി ആൻഡ് അനിൽസ്, അലിയുടെയും അനിലിൻ്റെയും. ഇത് നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചു. അവർ രണ്ടുപേരും ഒരേ കാര്യം പങ്കിടുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുകയാണ് എങ്കിൽ ഒന്നിലധികം നാമങ്ങൾ വന്നാൽ രണ്ടാമത്തെ നാമത്തിന് ശേഷം, അതല്ലെങ്കിൽ അവസാനത്തെ നാമത്തിന് ശേഷം അപ്പോസ്ട്രോഫസ് ഇട്ടാൽ മതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് അലി ആൻഡ് അനിൽസ് ഓഫീസ്, അലിയുടെയും അനിലിൻ്റെയും ഓഫീസ്. എന്നാലും ഇത് വെവ്വേറെ കാര്യത്തെപ്പറ്റി അവർ സ്വന്തമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോ വാക്കിൻ്റെയും കൂടെ അപ്പോസ്ട്രോഫസ് ഉപയോഗിക്കണമെന്നും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഇനി പൊസസീവ് കേസിൻ്റെ രണ്ടാമത്തെ രൂപത്തിൽ ദിസ് ഓഫീസ് ഈസ് അലി ആൻഡ് അനിൽസ്, ഈ ഓഫീസ് അലിയുടെയും
അനിലിൻ്റേതുമാകുന്നു. അപ്പോഴും ഈ പൊസസീവ് കേസ് രണ്ടും ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഒബ്ജക്റ്റീവ് കേസിൽ ആകുമ്പോൾ സബ്ജക്റ്റീവ് കേസിലുള്ള അതേ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ മാറ്റം വരികയില്ല. നോമിനേറ്റീവ് കേസിൽ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചുവോ അതുപോലെ തന്നെയായിരിക്കും നാമരൂപങ്ങൾ ഒബ്ജക്റ്റീവ് കേസിലും ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഐ മെറ്റ് ഞാൻ കണ്ടു അലി ആൻഡ് അനിൽ. അലിയെയും അനിലിനെയും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് കേസിൽ അലി ആൻഡ് അനിൽ എന്ന് തന്നെയായിരിക്കും പറയേണ്ടത്. ഇനി സാറിന് ചോദ്യം ചോദിക്കുന്ന ഒരു രൂപമാണ് ഹു എന്നത്. ഹു ആര്, അതിൻ്റെ പൊസസീവ് രൂപം ഹൂസ് ആരുടെ, ഒബ്ജക്റ്റീവ് രൂപം ആരെ. ഇത് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും സർവനാമങ്ങളുടെ കൂടെയൊക്കെ നമുക്കിത് കൂടെ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന വാക്കാണ്. അപ്പോൾ അതിനും 3 രൂപങ്ങളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹു ആര്, ഹൂസ് ആരുടെ, ഹൂം ആരെ. അപ്പോൾ ആദ്യത്തേത് നോമിനേറ്റീവ് കേസാണ് ഹു, പൊസസീവ് കേസാണ് ഹൂസ്, ഒബ്ജക്റ്റീവ് കേസാണ് ഹൂം. അതും മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്ലൂറൽ ഫോമിലും അതേ രൂപം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഹു, ഹൂസ്, ഹൂം എന്നിങ്ങനെ.